സ്പേം വെയിലിന്റെ തലക്കുള്ളിലായിട്ട് 2000 ലിറ്ററോളം മെയ്ക്ക് പോലുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി സ്പെമക്കാട്ടി എന്നാണ് ആക്ച്വലി വിദഗ്ധരത്തിനെ വിളിക്കാറുള്ളത്. പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവരെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നത്, ഇവരെ ഹണ്ട് ചെയ്യാറുണ്ടായിരുന്നത്, മനുഷ്യൻ അറ്റാക്ക് ചെയ്യാറുണ്ടായിരുന്നത് ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് 18-19 നൂറ്റാണ്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് മെഴുകുതിരികൾ ഉണ്ടാക്കാനായിട്ട്, പിന്നെ വസ്ത്രനിർമ്മാണങ്ങളിൽ, മേക്കപ്സും കാര്യങ്ങളൊക്കെ, കോസ്മെറ്റിക്സിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്, ലുബ്രിക്കൻസ് ആയിട്ട് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സാധാരണ അതിൽ സ്പെമക്കാട്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സ്പേം വെയിലിന്റെ തലക്കുള്ളിലാണ് ആ സാധനം ഉണ്ടാവുക. ഏകദേശം 2000 ലിറ്ററോളം ഉണ്ടായിരിക്കും. ഡെൻമാർക്കിൽ ഒരു കൂട്ടം ഗവേഷകർ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ലാൻഡ്മൈൻ ബോംബുകളെ തിരിച്ചറിയാനായിട്ട് കണ്ടെത്തുവാനായിട്ട് ഒരു ചെടിനെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജനിതക മാറ്റങ്ങളിലൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിട്ടുള്ള ഒരു ചെടിനെ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി തലേക്രസ് എന്ന ചെടിനായിരുന്നു ഒരു ജനിതക മാറ്റങ്ങളും ഉണ്ടാക്കി ചെയ്തിട്ട് വേറെ സെറ്റപ്പിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെടി എവിടെയെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ലാൻഡ്മൈൻ ബോംബ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവിടെ കുഴിച്ചിടണം എന്നാൽ മാത്രം സംഭവം നടക്കുള്ളൂ. എന്നാൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിമാരകമായിട്ടുള്ള ഏതെങ്കിലും സ്ഫോടകവസ്തുക്കൾ അവിടെ അടിയിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുന്ന, ആ സ്ഫോടകവസ്തുക്കൾ റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഡയോക്സൈഡ് ഈ ഒരു ചെടി ഡിറ്റക്ട് ചെയ്യും. അത്തരത്തിൽ ഈ ഒരു ചെടി പച്ച നിറത്തിൽ നിന്ന് കടും ചുവപ്പ് നിറത്തിലോട്ടായി മാറും. എന്നാൽ ഇതിൻ്റെ ഒരു ഡ്യൂറേഷനാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. അതായത് 2 മുതൽ 3 ആഴ്ച വരെ എടുക്കുന്ന കാര്യമാണ് ഈ ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടനെ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും. അത്